എല്ലാവർക്കും ജെ ഗാർഡൻ ലീവ്സിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു രൂപ പോലും ചെലവില്ലാതെ നമ്മുടെ വീട്ടിലെ റോസ് വെച്ചിട്ട് ചെടിച്ചട്ടികൾ ഇത്രയും നല്ല ബുഷായിട്ട് നമുക്ക് റോസാ ചെടികൾ വളർത്തിയെടുക്കുന്നതും കണ്ടില്ലേ, നിറച്ച് മൊട്ടുകളായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഞാൻ ഇതിന് എന്തൊക്കെയാണ് ചെയ്തതെന്നും ആ നടുന്ന രീതികളും എല്ലാം നമുക്ക് കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇത് നടാനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്ന പോട്ടി മിക്സ് മണ്ണ്, ചകിരിച്ചോറ്, ചാണകപ്പൊടി, എല്ലുപൊടി. ഇത് നടാനായിട്ട് എടുക്കുന്ന കമ്പ് ഇതുപോലെ നല്ല കനമുള്ള കമ്പ് തന്നെ എടുക്കണം. കിളിർപ്പായിട്ടുള്ള തണ്ടുകൾ എടുക്കാതിരിക്കുക. അപ്പൊ ഇതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിളിച്ച് കിട്ടും. ഇത് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ സൈഡ് ചരിച്ചൊന്ന് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഞാനിത് നടുന്നതിന് മുൻപായിട്ട് നമ്മുടെ കറ്റാർ വാഴയുടെ ഒരു തണ്ട് മുറിച്ചിട്ട് ഈ എടുത്തിരിക്കുന്ന കമ്പ് ഇതിലോട്ടൊന്ന് ഇതുപോലെ വെക്കും. എന്നിട്ടാണ് ഞാൻ നടാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതുപോലുള്ള ചെറിയ ചെടിച്ചട്ടികളിൽ വേണമെങ്കിലും നമുക്ക് നടാം. അല്ലെന്നുണ്ടെങ്കിൽ വലിയ ചട്ടികളിലാണെങ്കിലും ഡയറക്റ്റ് നടാം. ഇതുപോലുള്ള ചട്ടികളിൽ നട്ടിട്ട് നമുക്ക് ഇതിന്റെ ഈ ചെടി വളരുന്നതനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ വേറെ വലിയ പോട്ടിലേക്ക് മാറ്റി നടാനും സാധിക്കും. പോട്ടി മിക്സ് ഇതിനകത്തോട്ട് ഇടുന്നതിന് മുൻപായിട്ട് കണ്ടില്ലേ ഈ ഹോളുകൾ. അപ്പം നമ്മൾ ഒഴിക്കുന്ന വെള്ളമൊക്കെ ഇവിടെ കെട്ടി നിൽക്കാതെ ചെടിക്ക് ആവശ്യമുള്ള വെള്ളം എടുത്തതിന് ശേഷം ബാക്കിയൊക്കെ പോകാനായിട്ട് നമുക്ക് ഈ ഇതിലേക്ക് നമുക്ക് ചെറിയ കല്ലുകളോ ഓടിന്റെ കഷ്ണങ്ങളോ വെച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. ചട്ടിയുടെ ഒരു 3/4 ഭാഗത്തിന് താഴായിട്ടാണ് നമ്മുടെ പോട്ടി മിക്സ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഈ തണ്ട് ഇതിലോട്ട് നട്ടു കൊടുക്കാം. നമുക്ക് ഒരു തണ്ട് അല്ലെങ്കിൽ 2-3 വെറൈറ്റി കളറുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 കളറുകളായിട്ട് ഇതിനകത്ത് നട്ടു കൊടുക്കാൻ സാധിക്കും. ഇത് നട്ടിട്ട് നല്ലപോലെ ഒന്ന് ഉറപ്പിച്ചു കൊടുക്കണം. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഈ തണ്ട് ഒരു കാരണവശാലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത്. അപ്പോൾ അതിനകത്ത് റൂട്ട് വരാൻ സാധിക്കുകയില്ല. അത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു കൊടുക്കുക. 2-3 വെറൈറ്റി കളറുകൾ ഉണ്ടെങ്കിൽ നമുക്ക് 1-2 പ്ലാന്റും കൂടെ ഇതുപോലെ കമ്പുകൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ച് കൊടുത്താൽ 2-3 കളറുകൾ ഫ്ലവറുകൾ ഒരുമിച്ച് വിരിഞ്ഞിരിക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഇതുപോലെ വലിയ പോട്ടുകളിലും നമുക്ക് നട്ടു കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഞാൻ നട്ട് വെച്ചേക്കുന്നത് ഇപ്പോൾ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ നട്ടുകൊടുത്ത ഒരു ചെടിയാണിത്. ഇതുപോലെ നമ്മൾക്ക് ഏത് ചെടിച്ചട്ടിയിൽ വേണമെങ്കിലും നമ്മുടെ ആവശ്യത്തിനുള്ള ഇഷ്ടമുള്ള കളറുകൾ മിക്സ് ആയിട്ട് വേണമെങ്കിലും നമുക്ക് വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കും. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ നല്ല ബുഷായിട്ട് നമ്മൾ നിൽക്കാനായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ചെടിയിൽ പൂക്കൾ വന്നതിന് ശേഷം അതിൻ്റെ ഒരു ലീഫിൻ്റെ ഇലയുടെ താഴെ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് മെയിനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ കട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ആ ഒരു തണ്ടിങ്ങനെ ഉണങ്ങി നമ്മുടെ ചെടി നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഇടയാകും. കണ്ടില്ലേ, ഇതിന് മുൻപ് ഇതുപോലെ പൂക്കൾ വന്ന തണ്ട് പൂക്കൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ കട്ട് ചെയ്ത് കൊടുത്തതാണ്. കണ്ടില്ലേ, അതിന് തൊട്ട് താഴ്വശം തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കിളിപ്പുകൾ വന്നിരിക്കുന്നത്, അത് നല്ല മൊട്ടുകളായിട്ട് തന്നെ. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിൽ നല്ലപോലെ റോസാ ചെടികൾ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ബഡ് റോസയിൽ വെച്ച് എല്ലാം കൊണ്ടും പരിചരണ രീതിയിലും എല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ വീട്ടിലെ നാടൻ റോസ് തന്നെയാണ്. നല്ല മണവുമാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കും. ബഡ് റോസ് ആകുമ്പോൾ നമുക്കത് നടുന്ന രീതികളൊക്കെ ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ അതിൽ ബഡ് ചെയ്തേക്കുന്നതിൻ്റെ മുകൾ ഭാഗം മണ്ണൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പൂക്കൾ ലഭിക്കുകയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ നാടൻ റോസ് നടുമ്പോൾ നമുക്ക് ഒരുപാട് പ്രയോജനം എന്ന് വെച്ചാൽ നല്ലപോലെ പൂക്കൾ എന്നും നമുക്ക് ഇതിൽ ലഭിക്കുകയും ചെയ്യും. ഇതുപോലെ അതിൻ്റെ കട്ടിങ്ങും പ്രൂണിങ്ങും എല്ലാം കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കുമ്പോൾ നല്ല ബുഷായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് നിറയെ പൂക്കളായിട്ട് നമ്മുടെ വീട് പൂന്തോട്ടം മനോഹരമായിട്ടിരിക്കുകയും ചെയ്യും. ഞാൻ ഈ ചെടികൾക്ക് പുറത്തുനിന്ന് വളങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. നമ്മുടെ വീട്ടിലുള്ള ഉള്ളിയുടെ തൊലികൾ, മുട്ടത്തോട്, നമ്മുടെ പഴത്തിൻ്റെ തൊലി, അല്ലെങ്കിൽ നമ്മുടെ ഇതുപോലെ തേയിലയുടെ ഇതെല്ലാമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഇതുപോലെ കൊണ്ടുവന്ന് ചെടിയുടെ ചുവട്ടിലിട്ട് കഴിഞ്ഞാൽ കാക്കയൊക്കെ വന്ന് കൊത്തിയെടുത്ത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അതിന് ഞാൻ ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് അടിച്ച് ലിക്വിഡായിട്ടാണ് ഞാൻ ഇതിന് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെ മിക്സിയിലിട്ട് കണ്ടില്ലേ, ആ മുട്ടത്തോടെല്ലാം നല്ല പൗഡർ രൂപത്തിലായി. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ച് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പെട്ടെന്ന് തന്നെ അത് ചെടികൾക്ക് പ്രയോജനം ചെയ്യുകയും ചെയ്യും. ഇത് ഞാനിപ്പം മണ്ണ് അല്പം ഇളക്കി ഇട്ടേക്കുവാണ് ചെറുതായിട്ട്. അപ്പോൾ ഇതിന് ചുറ്റും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ മുട്ടത്തോടെല്ലാം ഇതുപോലെ പൗഡർ രൂപത്തിലാകുമ്പോൾ മണ്ണുമായിട്ട് പെട്ടെന്ന് ലയിച്ച് ചേരുകയും ചെയ്യും. അത് നമ്മുടെ ചെടി പെട്ടെന്ന് നല്ല ഹെൽത്തി ആയിട്ട് വളരുവാനും സഹായമാകും. മുട്ടത്തോട് ഉള്ളിയുടെ തോലും ഒക്കെ നമ്മൾ ഡയറക്റ്റായിട്ട് കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് മഴ പെയ്യുമ്പോൾ കൊതുകളൊക്കെ പെരുകാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ കാക്കകളൊക്കെ വന്ന് എടുത്ത് അവിടെ എല്ലാം വൃത്തികേടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക.
പിന്നെ നമുക്ക് പച്ചച്ചാണകം കലക്കി അതിൻ്റെ തെളി ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് അതിൻ്റെ തെളി നമുക്ക് വെള്ളമായിട്ട് ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ്. ഇതൊക്കെയാണ് ഞാനിവിടെ ചെയ്തു കൊടുക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഓൺ ആക്കിയിടുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.